നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്യാപ്ഷനിൽ കണ്ടതുപോലെ തന്നെ വാക്സിന് കിട്ടാത്തവരാണ്, 18 വയസ്സിൻ്റെ മുകളിൽ വാക്സിൻ കിട്ടാത്തവരാണെങ്കിൽ ഒരു സൊല്യൂഷൻ ഞാൻ ഈ ഒരു വീഡിയോയിൽ തരുന്നുണ്ട്. ഞാനിപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസത്തോളം വാക്സിൻ തപ്പിലാവുന്ന ഒരാളാണ്. അപ്പം പെട്ടെന്ന് വാക്സിൻ എങ്ങനെ കിട്ടും എന്നുള്ളതാണ് ഇന്ന് ഈ ഒരു വീഡിയോയുടെ പറഞ്ഞത്. എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇന്നിപ്പോൾ സമയം ഇപ്പോൾ 10:15. എനിക്ക് 12 മണി വരെയാണ് ഇതിൻ്റെ വാക്സിൻ്റെ ടൈം. ഇവിടെ നേരെ വാക്സിൻ എടുക്കാൻ പറ്റും. എന്താണ് ട്യൂഷന് പോവല്ലേ? ട്യൂഷന് പോവാം. അപ്പോൾ എന്തായാലും ഇവിടുന്ന് നേരെ വാക്സിൻ എടുക്കാൻ പോകുമ്പോൾ എനിക്ക് വെസ്റ്റിലാണ് എൻ്റെ വാക്സിൻ്റെ. നേരെ അവിടെ പോയിട്ട് അവിടെ നിന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇന്ന് ആദ്യം തന്നെ നമ്മൾ ഗവൺമെൻറ് ടാക്സ് കൊടുക്കുന്നത് വരും. ഇന്നത്തെ ദിവസം ഗവൺമെൻറ് ടാക്സ് 100 രൂപ ടാക്സ് കൊടുക്കണം. എന്തായോ ഇത്രയും പേര് ടാക്സ് കൊടുക്കാൻ നിൽക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ടൈമായിരിക്കുന്നു. ഞാൻ നമുക്ക് കഴിക്കും. വില കണ്ടില്ലേ? 102 രൂപ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് ഒരു ചെറിയൊരു ഫോൾട്ട് ആക്കും. എപ്പോഴും പെട്രോൾ വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പെട്രോളിൻ്റെ ക്യാപ്പ് ഇടാൻ പറ്റും. പക്ഷേ ഇതിന് മുമ്പൊക്കെ ഞാൻ 200 പെട്രോള് പെട്ടെന്ന് ആവേ. പിന്നെ പെട്രോൾ അടിക്കാൻ നേരത്തെ തുറന്ന സമയത്താണ് മൂടി തുറന്നെടുക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ മെല്ലെ പോകാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൈക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ മൈക്കിൻ്റെ അഡാപ്റ്ററൊന്നും ഇല്ലാത്തതുകൊണ്ട് മൈക്ക് കണക്റ്റഡ് അല്ല. ഹെൽമെറ്റിൻ്റെ പുറത്താണ് ക്യാമറ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പതുക്കെ പോകുന്നത്. സ്പീഡ് പോയി കഴിഞ്ഞാൽ നോയ്സിൻ്റെ പ്രശ്നം വരും. പാസ് അടിച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞൊന്നും കേൾക്കില്ല. അപ്പോൾ ഞാൻ വാക്സിൻ എടുക്കുന്നു. ഇവിടെ എത്തിട്ടോ. നല്ല രസമുണ്ടല്ലേ? നടക്കാൻ വെസ്റ്റിയിൽ എത്തിട്ടോ. വെസ്റ്റിയിൽ ഇത് നമ്മുടെ മിലിറ്ററി ക്യാമ്പിൻ്റെ ഇതാണ്. പിന്നെ ഇപ്പോഴത്തെ റൈറ്റ് സൈഡിൽ നമുക്ക് പോളിടെക്നിക്കിൻ്റെ ഓഫീസ്. നമുക്ക് ഇനി കൊണ്ട് ഈ റോഡാട്ടോ. ഈ റോഡ് നേരെ കയറാം. ഇനി കയറിയിട്ടാണെന്നാണ് നമ്മളെ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. നമ്മുടെ ട്രിപ്പിൽ കുറേ ചതിച്ചതാണ്. പക്ഷേ ഇത് ചതിക്കൂടാന്ന് വിചാരിക്കുക. നല്ല മായ പൊടിയുന്നുണ്ട് കേട്ടോ. യെസ്, ഇതാണ് നമ്മൾ. ഇത് മിലിറ്ററി ക്യാമ്പുകളുടെ കൂടെ ഇത് നമ്മളെ ആർമി വണ്ടികളൊക്കെ. ഇവിടെയാണ് നമ്മളെ വാക്സിനേഷൻ കേട്ടോ. വലിയ കാര്യം ഇത് നിൽക്കും. അങ്ങനെ നമുക്ക് ടോക്കൺ കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ ചെയ്യാമെന്ന് വെച്ചു. അത് ഫസ്റ്റ് ഞാൻ കുറേ കോവിൻ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് വഴി ഞാൻ കുറേ നോക്കി. അപ്പം ആ കോവിൻ വെബ്സൈറ്റിൽ നമ്മൾ ഒരു മാസത്തോളമായിട്ട് ചെക്കിങ്ങിൽ ചെയ്തു. പക്ഷേ കിട്ടിയിട്ടില്ല. പിന്നെയാണ് ഞാൻ നേരെ ടെലിഗ്രാം ഡൗൺലോഡ് ചെയ്യുന്നത്. പറഞ്ഞുതരാം. ടെലിഗ്രാം ഡൗൺലോഡ് ചെയ്തിട്ട് MDMYM എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റ് എന്താ ഒരു ഗ്രൂപ്പാണ്. അപ്പം ആ ഒരു ഗ്രൂപ്പ് കയറിയിട്ട് കോഴിക്കോട് നിങ്ങളെ സ്റ്റേറ്റ് ഏതാ വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് അടിക്കുക. MDMYM എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ് അടിക്കുക. അപ്പോൾ ഒരു ഗ്രൂപ്പ് വരും. അപ്പം ആ ഒരു ഗ്രൂപ്പിൻ്റെ അകത്താണ് നിങ്ങൾക്ക് എവിടെയെങ്കിലും പെയ്ഡോ ഫ്രീയോ ഒക്കെ ഉണ്ടെങ്കിൽ കാണിക്കാൻ. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൻ്റെ അകത്താണ് ഞാൻ കയറിയത്. MDMYM കോഴിക്കോട് ലൈവ് വാക്സിനേഷൻ. അപ്പം ഇതേപോലെ ഇതിൽ വയനാട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കയറി കഴിഞ്ഞത് ഹോസ്പിറ്റലിൻ്റെ പേര് ഇവിടെ പേര് കണ്ടോ, 780. ഇതിലിങ്ങനെ സെർച്ച് ചെയ്ത് പോകുമ്പോൾ ഇന്നലെ രാത്രി എനിക്കൊരു മെസ്സേജ് തന്നതാണ്. ഇതോ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ 50 ഡോസ് ഫസ്റ്റ് ഡോസ് ഉണ്ട് ഫ്രീ. ഇതുപോലെ നമുക്ക് മെസ്സേജ് ചെയ്യണം. വന്ന് ഇന്ന് രാവിലെ വന്ന്
ഓക്കെ, ഇത് കണ്ടോ, ഓരോ ഹോസ്പിറ്റലിൽ ഇവിടെ ഫ്രീ 50 ഡോസ് 17 ഡോസ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കിട്ടിയതാണ് എനിക്ക് ഇവിടെ. അപ്പോൾ എന്തായാലും ഡോസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അവർ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു കുറേ കഷ്ടപ്പെട്ടു, ഒരു മാസത്തോളം ഇതിൻ്റെ പിന്നിലായിരുന്നു. അപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് കിട്ടിയത്. അപ്പോൾ എന്തായാലും ടെലിഗ്രാം വഴി എല്ലാവരും മാക്സിമം ചെയ്യാൻ നോക്കുക കേട്ടോ. ഇത് നേരെ കയറി കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്യണത്തിലേക്ക് പോകും. അപ്പോൾ അതാ നമ്മൾ ഒരു 580 ഫസ്റ്റ് ഡോസിന് കുറവുണ്ട്. ഓക്കെ, എന്തായാലും അവിടെ വെയിറ്റ് ചെയ്യും അവരെൻ്റെ പേര് വിളിക്കുന്നവരെ. 2 hours later. വാക്സിൻ അടിച്ചിട്ടോ, ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല, നല്ല തിരക്കേന്. 2 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് ഇപ്പോഴാണ് സാധനം കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഷോപ്പിലേക്ക് പോകാം. ഷോപ്പ് എത്താനായി. ഇപ്പോൾ അതെ ഇവിടുന്ന് ഒരു ബിരിയാണി വാങ്ങി ഭക്ഷണം കഴിക്കണ്ടേ. ഷോപ്പിന് തൊട്ടുള്ള കേട്ടോ. ഈ ഹോണ്ടൻ്റെ ഷോറൂമിൻ്റെ അടുത്താണ് കരാമ എന്ന് പറഞ്ഞിട്ടൊരു ഫുഡ് കിട്ടിയത്. നമ്മുടെ ഷോപ്പ് ഇതിൻ്റെ മുകളിലാണ്. ഇവിടെ കൊല്ലത്ത് പോയി ഇവിടെ കഴിക്കുന്നുണ്ട്. പോയി നോക്കാം, എന്നിട്ട് ഫുഡ് കഴിക്കാം. ഹലോ, ഫുഡ് കഴിക്കുക, ഫുൾ സർവീസ് ചെയ്യാ. ഇതിങ്ക ഇവിടെ ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ വണ്ടി അവിടെ ഉണ്ട്. അപ്പോൾ ആദ്യം അവിടെ കിട്ടിയുണ്ട് ഡക്കാക്കണമെന്ന് പോകാനാണ്. ഞാൻ പോരാ, നമ്മുടെ കൊല്ലത്താണ് ഫുഡ് നോക്കാം. ഇപ്പം എന്തെങ്കിലും നേരെ വീട്ടിൽ എത്തിയിട്ട് കാണാം. ഓക്കെ, ഓടി വരും കേട്ടോ. വെച്ചു 10 ഞാൻ വീട്ടിലെത്തിയിട്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഒരു 10-10:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. പിന്നെ വീട്ടിലെത്തുന്നത് 2 മണിയാകുമ്പോഴാണ്. എന്ന് വെച്ചാൽ നമുക്ക് 12:45 നമുക്ക് വാക്സിൻ കിട്ടിയത്. എന്നിട്ട് ലാസ്റ്റ് ഞാൻ ഷോപ്പിൽ പോയിട്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വന്നതാണ്. ഇതുവരായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല, പനി കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെ നാളെ അറിയാം. എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും വാക്സിൻ കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. എന്ന് വെച്ചാൽ ഞാൻ കുറേ കഷ്ടപ്പെട്ടതാണ്. ഈ ഒരു മാസത്തോളമായിട്ട് വാക്സിൻ കിട്ടാൻ വേണ്ടി കഷ്ടപ്പെട്ട ഒരാളാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇപ്പോഴും വാക്സിൻ കിട്ടാതെ നടക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഇപ്പോഴും ഞാൻ കാട്ടിത്തരാം. ഫോൺ എടുത്ത് ചെയ്താൽ ടെലിഗ്രാമിൽ കയറിയാൽ കാണാം. ടെലിഗ്രാമിൽ കയറിയിട്ട് ഇപ്പോഴും മെസ്സേജ് വരുന്നുണ്ട്. ഇത് ടൈം നോക്കണം. 4:44 വന്നതാണ്. ഇതിൽ 780 രൂപ ഉണ്ട്. 4:27 വന്നാൽ ഫ്രീ ഉണ്ടോ. അപ്പം അതാ പറഞ്ഞത്, ഇപ്പോഴും എനിക്കിങ്ങനെ മെസ്സേജ് വരുന്നുണ്ട് സാധനം ഫ്രീ ഉണ്ട്. അതേപോലെ ആ ഫ്രീ ഉള്ളതെന്ന് പറഞ്ഞിട്ട് 5 ഡോസ് ഫ്രീ, സെക്കൻഡ് ഡോസാണ്. 5 ഇത് ക്വാണ്ടിറ്റി ഉണ്ട് സെക്കൻഡ് ഡോസ്. അതേപോലെ തന്നെ എല്ലാ ദിവസവും രാത്രി ഒരു 8 മണിക്ക് ശേഷമാണ് മെയിനായിട്ട്. രാവിലെ 8 മണി, ഉച്ചക്ക് 12, വൈകുന്നേരം 4 മണി, രാത്രി 8 മണി. ഇങ്ങനത്തെ ടൈമിലാണ് മെയിനായിട്ട് കോവിഡിൻ്റെ വാക്സിനേഷൻ അപ്ഡേഷൻ ആവുന്നത്. ടെലിഗ്രാമിൽ കയറുക,
ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾ സ്റ്റേറ്റ് ഏതാണോ ആ സ്റ്റേറ്റിൽ ജോയിൻ ചെയ്യുക. സുഖമായിട്ട് കിട്ടും. ഞാൻ മെസ്സേജ് വരുന്ന പാടുന്ന ആ പിൻ കോഡ് കയറി സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടി. അതാണ് പറഞ്ഞത്. ഇന്നലെ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് കയറി വയ്ക്കുക. അങ്ങനെ കിട്ടിയിട്ട് ഞാൻ കുറേ തപ്പിയിട്ട് എനിക്കൊന്നും കിട്ടിയിട്ടില്ല. പിന്നെയാണ് ഞാൻ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ടെലിഗ്രാമിൽ മെസ്സേജ് ചെയ്തത്. ആ മെസ്സേജിൽ കയറി വയ്ക്കുമ്പോൾ എനിക്ക് സാധനം കിട്ടും. അപ്പോൾ എല്ലാവരും അങ്ങനെ ട്രൈ ചെയ്യാം. വാക്സിൻ കിട്ടാത്തവർ എന്തായാലും വാക്സിൻ അടിക്കുക, സേഫായിട്ടിരിക്കുക. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണാം. പിന്നെ അതേപോലെ നമ്മൾ സൈക്കിൾ നേരെ ഇവിടേക്ക് കയറ്റിച്ചു, വീട്ടിലേക്ക്. താഴത്തായിരുന്നു, നേരെ റൂമിൽ കയറ്റിച്ചു. ഇത് മറ്റേ ഫിക്സിയാണ്. മറ്റേ സൈക്കിൾ താഴത്താണ്. ചിലപ്പം ഈ ഫിക്സി 2 ദിവസം കൊടുക്കട്ടെ. മറ്റേ സൈക്കിൾ 2 ദിവസം ചവിട്ടാം. ഓക്കെ, എല്ലാവരും സേഫായിട്ടിരിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണാം.